ഹായ് ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ കറുത്ത കുത്തുകളും കരിവാളിപ്പും ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ എങ്ങനെ കൂടുതൽ ബ്രൈറ്റ് ആക്കാമെന്ന് നോക്കാം. അതിന് വീട്ടിലുള്ള 2 ചേരുവ വെച്ചാണ് നമ്മളിവിടെ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള തിക്കിനനുസരിച്ച് നമുക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളെല്ലാം തേങ്ങാപ്പാൽ നന്നായി അലിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞൾ ആയുർവേദ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങാൻ പറ്റും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലുള്ള മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇതിലോടൊപ്പം ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് നല്ല മാറ്റം തോന്നിയൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ഡെയിലി തേച്ചാലും നല്ല മാറ്റം ഉണ്ടാവും. ആഴ്ചയിൽ 3 ദിവസം എന്തായാലും നിങ്ങൾ തേച്ചിരിക്കണം. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം അറിയാൻ സാധിക്കും. നന്നായിട്ട് എല്ലാവിടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണിനടിയിൽ കറുത്ത പാട് മാറാനും എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല തിക്കിൽ തന്നെയാണ് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിൽ നെക്കിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാം. ഏകദേശം ഇപ്പോൾ 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഏകദേശം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. കൂടുതൽ ഉണങ്ങാൻ പാടില്ല, കൂടുതൽ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വലിയാൻ പാടില്ല കേട്ടോ. ഫേസ് ഇത് തേച്ച ശേഷം വലിയരുത്. 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. നല്ല മാറ്റമുണ്ട്. വെള്ളമൊക്കെ തുടച്ച് കഴിഞ്ഞു. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.